വളരെ കുറച്ച് സിനിമകളിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു നായികയാണ് ആൻ അഗസ്റ്റിൻ. ലാൽജോ സംവിധാനം ചെയ്ത എൽസമ്മ എന്ന ആൺകുട്ടിയിലൂടെയാണ് ആൻ അഗസ്റ്റിൻ സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത്. എൽസമ്മ എന്ന ബോൾഡായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വഴി സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കണ്ടുപിടിക്കാൻ ആദ്യ സിനിമയിലൂടെ തന്നെ ആൻ അഗസ്റ്റിന് കഴിയുകയായിരുന്നു. തുടർന്ന് ഏതാനും കുറച്ച് സിനിമകളിലും ആൻ അഗസ്റ്റിൻ അഭിനയിച്ചു. അതിനുശേഷം ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോണുമായുള്ള വിവാഹം നടക്കുകയായിരുന്നു. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരുവിധം എല്ലാ നടിമാരെയും പോലെ ആൻ അഗസ്റ്റിനും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അതിനുശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സോളോ, നീന എന്നീ ചിത്രങ്ങളിലൂടെയാണ് ആൻ അഗസ്റ്റിൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. ഇതിനു പിന്നാലെയാണ് ആൻ അഗസ്റ്റിനും ജോമോൻ ടി ജോണും വിവാഹബന്ധം വേർപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. പ്രണയവിവാഹമായിരുന്നിട്ടും ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ആൻ അഗസ്റ്റിൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടോ എടുത്ത ഒരു തീരുമാനമായിരുന്നു വിവാഹം എന്നാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. പക്വത ഉണ്ടായിട്ടാണോ പക്വത ഇല്ലാതിരുന്നിട്ടാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. എന്ത് തന്നെയായാലും ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് താൻ കാണുന്നതെന്നും ആൻ അഗസ്റ്റിൻ പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം താൻ മുറിയിൽ ഒതുങ്ങിക്കൂടി എന്നാണ് ആൻ അഗസ്റ്റിൻ പറയുന്നത്. സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു പിടിയുമില്ല. എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് മുൻപോട്ട് പോകുക, അത് മാത്രമേ തനിക്ക് അറിയുള്ളൂ ആയിരുന്നു എന്നും ആൻ അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്ന് ഒരു ദിവസം പെട്ടെന്ന് ബോധം വീണത്. വീണ്ടും എല്ലാത്തിൽ നിന്നും പിന്മാറി മുന്നിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് ഒരു തീരുമാനമുണ്ടായി. ക്രിയേറ്റീവായ എന്തെങ്കിലും ചെയ്യണമെന്ന് അന്ന് തന്നെയാണ് തീരുമാനിച്ചതും. അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് പോയതും. അവിടെ നിന്നാണ് മിരമാർ തുടങ്ങിയത്. പ്രൊഡക്ഷൻ ഹൗസ് എനിക്ക് അറിയാത്ത ഒരു മേഖലയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം തനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നും ആൻ പറയുന്നു. നല്ലൊരു ടീം ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സങ്കടകാലത്ത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ കൂടെ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ആൻ പറയുന്നുണ്ട്. എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചിട്ടും ഒടുവിൽ ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞതെന്നും ആൻ പറയുന്നുണ്ട്. രാത്രിയിലൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞു തകർന്ന് ഉറങ്ങാൻ കിടന്നാലും അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ മനസ്സു പറയും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂവെന്ന്. എന്റെ മാത്രം കഴിവുകൊണ്ടല്ല ആ വിഷമങ്ങളിൽ നിന്നൊന്നും ഞാൻ ഉണർന്നെണീറ്റത്. അദൃശ്യമായ ആരൊക്കെ ധൈര്യം തന്നുവെന്നും ആൻ അഗസ്റ്റിൻ പറയുന്നുണ്ട്. 2 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ആനും ജോമോൻ ടി ജോണും 2014 വിവാഹിതരാകുന്നത്. 3 വർഷത്തോളം പിരിഞ്ഞ് താമസിച്ച ശേഷമാണ് ഈ വർഷം ഇരുവരും വിവാഹമോചിതരാകുന്നത്. ആൻ അഗസ്റ്റിൻ സിനിമയിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെ നടത്തുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. നിരവധി സിനിമകളിൽ ആൻ അഗസ്റ്റിൻ അഭിനയിക്കുന്നുണ്ട്. ഹരികുമാർ സംവിധാനം ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രം ഉടൻ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അതുപോലെ ജയസൂര്യയെ നായകനാക്കി പുറത്തുവരുന്ന സത്യന്റെ ബയോപിക്കിലും ആൻ അഗസ്റ്റിൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.